ചൈനയിൽ നിന്ന് നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ഉണ്ടല്ലോ, അവരുടെ ക്രെഡിബിലിറ്റി. അവർ ചിലപ്പം ഇന്നലെ തുടങ്ങിയ ഒരു കമ്പനി നമ്മുടെ അടുത്ത് നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് മുങ്ങിപ്പോയി. ഒന്ന്. 2, ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ്. അതായത് നമ്മൾ ചിലപ്പോൾ ഒരു പവർ ബാങ്ക് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് കുത്തുമ്പോഴേക്ക് പവർ ബാങ്ക് മാത്രമല്ല കുത്തിയ ഐഫോണും കൂടി അടിച്ചു പോയാൽ കഴിഞ്ഞില്ലേ. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തത്, നമ്മൾ ഏത് രാജ്യത്തേക്കാണോ ഈ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത് അവിടുത്തെ അക്രഡിറ്റേഷൻസ് ഉണ്ടാവും. അതായത് ആ രാജ്യത്തിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിംഗ് പോലെ അതിന് ഇന്ത്യയിലാണെങ്കിൽ BIS വേണം, സൗദിയിലാണെങ്കിൽ സാസോ വേണം, അതല്ലെങ്കിൽ ഇമാറാത്തിലാണെങ്കിൽ ഇമാറാത്ത് ക്വാളിറ്റി മാർക്ക് വേണം. അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്. അത് ഈ പ്രൊഡക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള 3 പ്രധാന സാധനങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഒന്നെങ്കിൽ കൊടുത്ത പൈസ പോവും, അതല്ലെങ്കിൽ കൊണ്ടുവന്ന സാധനം അലമ കിടക്കും, അതല്ലെങ്കിൽ കൊണ്ടുവന്ന സാധനം കസ്റ്റംസിൽ കിടക്കും. ഈ 3 സ്ഥലത്ത് കൂടിയും കടന്നിട്ടാണ് മിക്കവാറും ബിസിനസ് പൊട്ടൽ. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇവരുടെ പ്രധാനപ്പെട്ട 3 ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ്, ഇൻസ്പെക്ഷൻ, സർട്ടിഫിക്കേഷനാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു സപ്ലയറെ കണ്ടെത്തിയാൽ ഈ സപ്ലയർ എത്ര വർഷമായി ഇവരുടെ ഫാക്ടറി, ഇവർ ഓതൻറ്റിക് ആണോ, റിയൽ ആണോ, ഇവരുടെ മേജർ ക്ലയൻസ് ആരൊക്കെ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ സപ്ലയറുടെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കി തരും. അതിന് ചിലപ്പോൾ $100 ചിലവുണ്ടാകും. നമ്മൾ മില്യൺസ് ഓഫ് റിയാൽ ചിലവാക്കുമ്പോൾ ഈ $100 പിശിക്കിയാൽ പണി കിട്ടും. രണ്ടാമത്തേത്, ഈ നമ്മളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റിങ്ങിന് കൊടുക്കാമെന്നില്ല. അപ്പം UL പോലുള്ള വലിയ ലബോറട്ടറീസ് ഒക്കെ അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ ചൈനയിൽ തന്നെ അതിന് വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള കുറേ കമ്പനീസ് ഉണ്ട്. അതിലൊന്ന് ഞാനിവിടെ കണ്ടപ്പോൾ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ കമ്പനിയുമായിട്ട് എനിക്ക് ബന്ധമില്ല, പക്ഷേ ഞാൻ സർവീസാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കമ്പനികളുമായി ബന്ധപ്പെട്ടത് ആ പ്രൊഡക്റ്റിൻ്റെ റിയൽ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. അതിനും ഇതേപോലെ ഒരു $100 ചിലവ് ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്തത്, നമുക്ക് ഈ കമ്പനിക്ക് ഇതുപോലെയുള്ള ക്വാളിറ്റി മാർക്കുകൾ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന് ഈ ക്വാളിറ്റി അക്രഡിറ്റേഷൻ സർട്ടിഫിക്കേഷനൊക്കെ എന്താണ് പറയാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യും. അതർ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഈ പ്രൊഡക്റ്റ് സൗദിയിലേക്ക് എക്സ്പോർട്ടബിൾ ആണോ എന്നുള്ളതാണ് ചോദ്യം. അതിന് ഉത്തരം ഇവർ പറഞ്ഞുതരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർവീസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി സർവീസ് എടുത്താൽ തന്നെ $200-300 ചിലവ് വരുള്ളൂ. പക്ഷേ 5-10 മില്യൺ മുടക്കിയിട്ട് ഇത്രയും വലിയ പ്രൊഡക്റ്റ് ഒരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു സർവീസ് എടുക്കാതെയാണ് അവർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ 8ൻ്റെ പണി കിട്ടും. സോ എഗെയിൻ റിപ്പീറ്റ്, 3 കാര്യങ്ങൾ. 1, സപ്ലയറുടെ ക്രെഡിബിലിറ്റി. 2, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി. 2, 3, എങ്ങോട്ടാണോ എക്സ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ അക്രഡിറ്റേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ അപ്രൂവൽസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് 3.